ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺടാക്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഏഷ്യാനെറ്റ് എനിക്ക് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് അതിന് വേണ്ടുന്ന ഒരു ഇത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്, സുഖമില്ലാത്തതിനെ പറ്റിയിട്ടാണോ? എൻ്റെ സുഖമില്ലായ്മയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ഏഷ്യാനെറ്റ് ഒരു ഭയങ്കര പ്ലാറ്റ്ഫോം അല്ലേ. നമ്മൾ ഒരാളെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനെ വിട്ടിയാക്കാനൊന്നും പറ്റത്തില്ല. നമുക്കില്ലാത്ത അസുഖം പറഞ്ഞൊന്നും ഏഷ്യാനെറ്റിലോട്ട് വിളിച്ച് ഏഷ്യാനെറ്റിനെ എൻ്റെ മകളെ സംസാരിക്കണമെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഞാനെന്താ വിട്ടിയാണോ? പിന്നെ ഇത്രയും വലിയൊരു ഷോയില് കോടാനൂറ് രൂപ ചെലവാക്കുന്ന ഒരു ഷോയ്ക്കകത്ത് ഞാൻ അവരെ വിട്ടിയാക്കാൻ പറ്റൂ? ഞാനേ വിട്ടിയാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ കാര്യം പറഞ്ഞത് കറക്റ്റ് അവർക്ക് മനസ്സിലായത് കൊണ്ടും അതിന്റെ തെളിവുള്ളത് കൊണ്ടുമാണ് എനിക്ക് അവര് 2 മിനിറ്റ് അനുവദിച്ചു തന്നത്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു ഇത് എന്റെ മകള് അങ്ങനെയൊക്കെ പിന്നെ ഒരു ടെൻഷനായിട്ടിരിക്കുന്നതിൽ ഒരു ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഏഷ്യാനെറ്റിന് അതിന്റെ ഒരു ഇത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് ആ കൺഫ്യൂഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജാസ്മിൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞായിരുന്നു, എന്റെ വീടാണ് എനിക്കല്ല, എന്റെ വിയർപ്പാണ് എന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരു സമയത്ത് നല്ലോണം പൈസ ഉണ്ടാക്കിയ ഒരു കക്ഷിയാണ്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, പിന്നെ എൻ്റെ കച്ചവടത്തിലും പിന്നെ അങ്ങനെ ഒരുപാട് പൈസകൾ എനിക്ക് നഷ്ടങ്ങളും കടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ കുട്ടി തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് തന്നെ, അവൾ ആരെയും ചവിട്ടി തേച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവൾ ഇത്രയും ഉയർന്നു വന്ന 1 വർഷം കൊണ്ട് ഉയർന്നു വന്നത് ഒരാളെ ചവിട്ടി തേച്ച് അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞൊന്നും അല്ല മീഡിയയിൽ കയറി വന്നേക്കുന്നത്. ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാളെങ്കിലും ആവശ്യമില്ല. എൻ്റെ മകള് ഒരു യൂട്യൂബറെയോ ഒരു ഇന്ന ആളെയോ ആരെങ്കിലും ആവശ്യമില്ലാതൊരു വാക്ക് പറഞ്ഞ് ചവിട്ടി തേച്ച് എൻ്റെ മകൾ കയറിയിട്ടില്ല. അവൾ സ്വന്തമായിട്ട് ഒരേ കണ്ടന്റ് ഉണ്ടാക്കി അതിട്ട് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അവൾ കയറി വന്നവളാണ്. അങ്ങനെ വന്ന് എൻ്റെ കുറേ കടങ്ങളൊക്കെ തീർത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കിപ്പം സ്വാഭാവികമായിട്ട് ഈ 2 ബ്ലോക്കൊക്കെ മാറ്റിയുണ്ട്. വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്നുണ്ട്. മകള് തന്നെ ഇപ്പൊ സത്യത്തിൽ എൻ്റെ ഒരു കുടുംബം നോക്കുന്ന മോള് തന്നെ, നെടുന്തൂട് എൻ്റെ മകള് തന്നെ. അതറിയണമെങ്കിൽ എൻ്റെ മകള് തന്നെ പിന്നെ എനിക്ക് സുഖമില്ലാതെ പോയപ്പോൾ എൻ്റെ വൈഫിനോട് പോലും അല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മകളോട് ഞാൻ പറഞ്ഞ് എൻ്റെ മകനെ, അതായത് മോനെ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ എൻ്റെ മകൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞിട്ട് പോയത്. കാരണം ദൈവത്തിൻ്റെ ഇതാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ മകളെ നോക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതെൻ്റെ ഉമ്മയായാലും എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട്. ഉമ്മ ഇപ്പം സ്ഥലത്തില്ല. എൻ്റെ ഉമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയതും എല്ലാം. എൻ്റെ ഉമ്മ ഇപ്പോഴും അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് എൻ്റെ കയ്യിലിരിപ്പുണ്ട് കുറേയൊക്കെ പ്രശ്നങ്ങളും കടങ്ങളും ഒക്കെ. അതൊക്കെ സത്യം തന്നെ. ഞാൻ കള്ളം പറയുന്നത് എന്തിനാ? എന്നെ ഇടയ്ക്ക് അങ്ങനെ ഒരു മൈൻഡ് തോന്നി. അങ്ങനെ അതിലൊക്കെ കുറെ 1-2 ലക്ഷമൊന്നും അല്ല ഞാൻ ഉണ്ടാക്കിയത് തന്നെ. കുറെ ലക്ഷങ്ങൾ പോയി, പിന്നെ കുറെ ലക്ഷങ്ങൾ കടങ്ങൾ വന്നു, അതൊക്കെ പോയി. ഒരു സമയത്ത് അങ്ങനെ തോന്നി നമുക്ക് അങ്ങനെ കാശുണ്ടാക്കാൻ എന്നൊക്കെ. എല്ലാ മനുഷ്യനുണ്ടാകും, തെറ്റും കുറ്റവും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ ഈ ലോകത്ത്? എല്ലാവരും കയറിയിരുന്ന് എല്ലാവരെയും കുറ്റം പറയുന്നുണ്ടല്ലോ, ഭയങ്കര സീക്രട്ടായിട്ടൊക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ. തെറ്റും കുറ്റവും ഇല്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്ത് ആരാണുണ്ട്? ഒരാളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. ഇവിടെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് എൻ്റെ മകള് സ്പ്രേ അടിക്കുന്നില്ല. അതൊക്കെ ഓരോ സമയത്ത് ഓരോരുത്തർ പറയുന്നത്, എല്ലാം പറയുന്നതാണോ എല്ലാവരും ചെയ്യുന്നത്? അതായത് സ്പ്രേ അടിക്കത്തില്ല, തട്ടം ഇടാതെ ഇറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങള് പിന്നെ അതായത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 30 കോടി മുസ്ലിങ്ങളുണ്ട്. അതിൽ 30 കോടി മുസ്ലിങ്ങളും തലയിൽ തട്ടമിട്ടുകൊണ്ടാണ് നടക്കുന്നത്. തലയിൽ തട്ടം ഇട്ടവരും ഇടാത്തവരും എല്ലാം അങ്ങ് ദീനിൽ നിന്ന് പുറത്താവത്തൊന്നുമില്ല. തലയിൽ തട്ടം ഇട്ടില്ലെന്നും പറഞ്ഞു. ഞാനും സൗദി അറേബ്യ, പിന്നെ ഒമാൻ, ഖത്തർ, പിന്നെ കസാഖിസ്ഥാൻ, പിന്നെ ബഹ്റൈൻ, ഇവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. അപ്പൊ ഇതെല്ലാം ശരിക്കും ജാസ്മിൻ ഒരു കണ്ടന്റിന് വേണ്ടിയാണോ അതൊക്കെ പറഞ്ഞത്? ചിലപ്പോ കണ്ടന്റിന് വേണ്ടിയായിരിക്കാം, അത് വെച്ച് തന്നെ എത്രയോ പേര് മുതലെടുത്തേക്കുന്നു. അതൊന്നും കണ്ടിട്ട് നമുക്കൊന്നും തോന്നില്ല. അത് ചിലപ്പോ ശരിയായിരിക്കാം. ഇവിടെ കയറി വിട്ടിത്തം പറയുന്നത്. അത് ഞാൻ ഇവിടെ തിരിച്ചു വീട്ടിൽ വന്നപ്പോ ഇത് കണ്ടപ്പോ ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഒരു മീഡിയ കയറിയിരുന്ന് വിട്ടിത്തരങ്ങൾ വിളമ്പരുത്. വിളമ്പിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിക്കും. അത്
മീഡിയ ആകുമ്പോൾ സ്വാഭാവികമാണ്, അതൊക്കെ സംഭവിക്കാതെ തെറ്റും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരാരും ഇല്ല. ഇപ്പൊ എന്നെ തെറ്റ് പറയാ, അല്ലെ എൻ്റെ മകളെ തെറ്റ് പറയുന്നതിനകത്ത് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയണം. എൻ്റെ മകളെ ഈ ഷോയ്ക്കകത്ത് തന്നെ ഒരുപാട് തെറ്റുകൾ അവൾക്ക് സംഭവിച്ചു. കാരണം അവള് ഓവർ കോൺഫിഡൻസ് ആയി, അത് തെറ്റെന്ന് തന്നെ സംഭവിക്കുന്നു. അതിനകത്ത് ജാസ്മിൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി, എനിക്ക് വേറെ ഒരു നാളുകളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അത് അവളുടെ മൈൻഡിൽ അവള് എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. അവളുടെ മൈൻഡില് അവള് ചെയ്യുന്ന അക്സെപ്റ്റ്, അതായത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, അവളുടെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവരിപ്പോ ഇവിടെ വീട്ടിൽ വന്നിട്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയ്യിലടിച്ചും ഇങ്ങനെ പിടിച്ചും ഒക്കെ സംസാരിക്കുമ്പം നമ്മളത് സുഹൃത്തുക്കളെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കും. പക്ഷെ അവളന്നേരം മൈൻഡിൽ വിചാരിച്ചിരിക്കുന്ന എൻ്റെ അത്തായിക്കും എൻ്റെ ഉമ്മായിക്കും ഒക്കെ ഞാൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് എല്ലാ ജനങ്ങളും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മൊത്തം ഇതിപ്പോ കോടാനം കൂടി ജനങ്ങൾ കാണുന്ന എല്ലാവരും പല പല ചിന്താഗതിയുള്ള ചിന്താഗതിക്കാരുണ്ട്. അത് കുറെ ആൾക്കാർ പറയുന്നു അവർക്ക് TV ഇടാൻ പറ്റുന്നില്ല, കാര്യം അവർക്ക് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് അതിന്റെ TV ഓഫാക്കി പോയി എന്നൊക്കെയാണ് ഓരോ ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമകളിൽ എന്തെല്ലാം രംഗങ്ങൾ കാണുന്നത്, എത്രയോ കുടുംബങ്ങൾ കാണുന്നത്, മോളും മകളും അല്ല. എൻ്റെ മോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഇതൊരു ഗെയിമായിട്ട് എടുക്കുക, ഇതൊരു കണ്ടന്റ് ആയിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ, ഇപ്പം വാപ്പയും ഉമ്മ പ്രേക്ഷകൻ എന്നുള്ള നിലയാണെങ്കിൽ ഈ ഒരു ഗെയിം, ജാസ്മിന്റെ ഒരു ഗെയിം കണ്ടാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് തോന്നുന്നത്? സത്യം പറയാല്ലേ, എനിക്ക് ഗെയിമിൽ ചില ഇത് ഇഷ്ടപ്പെടാത്തതുണ്ട്, അംഗീകരിക്കാൻ പറ്റാത്തതുണ്ട്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയും. ചില കാര്യങ്ങൾ നല്ലതുണ്ട്, ചിലത് നല്ലതുണ്ട്. അത് ചിലത് ഓവർ കോൺഫിഡൻസ് ആയി അവള് ചെയ്തത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തതുമുണ്ട്, അങ്ങനെയുമുണ്ട്. അത് എനിക്ക് വെളിയിൽ പറയുന്നതിന് എനിക്കൊരു മടിയില്ല. അവള് അവള് തെറ്റായിട്ട് തോന്നുന്നു, ഞാൻ തെറ്റായിട്ട് തന്നെ പറയും. അത് നമ്മൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഞാൻ ന്യായീകരിക്കില്ലല്ലോ, ഞാൻ ന്യായീകരിക്കില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായീകരിക്കില്ല. പക്ഷെ എൻ്റെ മകൾ ഒരു തെറ്റിലേക്ക് പോകില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അവൾ ആ ബൗണ്ടറി വിട്ടേ കളിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അവൾ ആ ബൗണ്ടറി വിട്ടേ എന്തിനും നിൽക്കത്തുള്ളൂ എനിക്കറിയാം, എനിക്ക് നല്ലോണം അറിയാം. പിന്നെ അവളൊരു വേറൊരു തന്ത്രമായിരിക്കും അവൾ മെനഞ്ഞെടുത്തത്. അവൾ ഈ ഗെയിമിൽ ഇങ്ങനൊരു ഇത് വന്നിട്ട് കുറെ കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ കുറെ ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാം. അല്ല, ഇതിനകത്ത് കുറച്ചു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ജാസ്മിൻ ഒരു ലവ് ട്രാക്ക് മേ ബി ഉദ്ദേശിച്ച് കാണുന്നു. പക്ഷെ ഇവൾ പോകുന്നതിന് മുന്നേ ജാസ്മിൻ തന്നെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനകത്ത് ലവ് ട്രാക്ക് ഉണ്ടാക്കാനല്ല പോകുന്നതെന്ന്. അതെ, ഇവിടെ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ സ്പ്രേ അടിക്കില്ല, എന്നിട്ട് അവള് സ്പ്രേ അടിക്കും എന്ന് പറഞ്ഞോണെങ്കിൽ ഇവിടെ ചില സമയം മണ്ടിയാണ്, എന്ത് പറയണമെന്ന് അറിയില്ല. ചില കാര്യങ്ങള് അങ്ങനെ പറഞ്ഞിട്ട് ജാസ്മിന് തന്നെ മെനയായിട്ട് വരുന്നുണ്ട്. അത് അവളറിയുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് മീഡിയയിൽ പറയുമ്പോൾ ഇവള് പിന്നെ പെട്ടെന്ന് പറയും, പെട്ടെന്ന് ഇവള് അത് ഞാനത് പറഞ്ഞോ, അങ്ങനാണോ ഇങ്ങനാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യും. അതാണ് ഇവളുടെ മൈൻഡ്, അതാണ് പ്രശ്നം. അത് വേറെ ക്രിമിനൽ മൈൻഡോ അത് അങ്ങനെയുള്ളതൊന്നും അല്ല. ചിലരൊക്കെ പറയുന്നുണ്ട് അവള് പിന്നെ മൈൻഡ് മാറ്റിപ്പിടിക്കുകയാണ്, അത് ചെയ്യാണ് ഇത് ചെയ്യാണ്, അവള് ഡ്രാമ കളിക്കുകയാണ്. അവളൊരു ഡ്രാമയും കളിക്കുമല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. പിന്നെ എനിക്ക് സുഖമില്ലാതെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് മെന്റലി പ്രശ്നം ഉണ്ടാകും. കാരണം ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങനെ വളർത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി കടമൊക്കെ ആയെങ്കിലും പിന്നെ എൻ്റെ കുടുംബം അങ്ങനെയാണ്. ഞാനായാലും എൻ്റെ ഉമ്മായായാലും എൻ്റെ വൈഫായാലും എല്ലാവരും. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഇത് പ്രശ്നമായിട്ട് ചോദിക്കും, ലാലേട്ടൻ ഗബ്രിയുടെ വിഷയത്തിൽ തന്നെ ലാലേട്ടൻ ഇടപെടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അതിനകത്തോട്ട് യോജിക്കുന്നില്ല. കാര്യം അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ഇതായിട്ടാണ് എനിക്ക് ബേസിക്കലി. ലാലേട്ടൻ എന്ത് ചോദിക്കാനാ, അവരുടെ ഗെയിമല്ലേ ഇത്, അത് അവരുടെ ഗെയിമല്ലേ, അതിന് എനിക്കറിയില്ല ലാലേട്ടൻ എന്ത് ചോദിക്കുന്നത്. ഞാനതൊന്നും പറയാനില്ല. അത്രയും വലിയൊരു മനുഷ്യൻ ഇനി എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്? ഞാൻ ഈ വിദ്യാഭ്യാസം പോലും കുറവുള്ള ഞാനതിന് മറുപടി പറയാനേ ആണല്ലോ. അതിന് ഇത്രയും വലിയൊരു പിന്നെ പ്രത്യേകിച്ച് ഈ ലാലേട്ടനും ഇത്രയും വലിയൊരു പിന്നെ ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റ് ചാനലുകാരും ഇവരെ ആരെയും നമുക്കാർക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല കേട്ടോ.
അതെ, അതുകൊണ്ട് തന്നെ അവര് പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിടണം, എന്താണ് സംസാരിച്ചതെന്ന് ഞങ്ങൾക്ക് കേൾക്കണം, അല്ലെങ്കിൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റി പോകും. എന്ത് ക്രെഡിബിലിറ്റി? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ വിന്നർമാരാണ് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഏഷ്യാനെറ്റ് ചോദിച്ച് എല്ലാരെയും നാട്ടുകാരെ മൊത്തം അറിയിപ്പിച്ചോ? ഇതിനെ പ്രത്യേക ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി ആരുമായിട്ട് ഇടപഴകാതെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് അതേപോലെ വണ്ടിയിൽ തിരിച്ചു കൊണ്ടാക്കിയതാണ്? ഒരിക്കലും അല്ല. അതിന് വ്യക്തമായിട്ട് മിക്ക ആൾക്കാരും ആ ഒരു സമയത്ത് അത് ഭയങ്കരമായിട്ട് ചർച്ചയായി. അതിന് മുമ്പുള്ള കാര്യങ്ങൾ, ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി, ആ കുട്ടി വെളിയിൽ പോയി, ആരും കാണാതെ കുട്ടി കൊണ്ടുപോയി അച്ഛനെ കണ്ട് അതേ കണക്ക് ഗെയിമിൽ തിരിച്ചു വന്നതാണോ? ആരുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. അതേ കണക്കൊന്നും ഇല്ലല്ലോ എൻ്റെ മകൾ. ഇപ്പൊ ഒരു 2 മിനിറ്റ് എനിക്ക് സുഖമില്ലാത്ത കാര്യം പറഞ്ഞു. ഇതെല്ലാം ഇത് സത്യത്തിലേ ഇത് ജനങ്ങളല്ല ഇതുണ്ടാക്കിക്കൊണ്ടുവരുന്നത്. ഇത് കുറെ ചെറിയ ചെറിയ, എല്ലാവരും അല്ല, എല്ലാ ചാനലുകാരും അല്ല, ചില ചാനലുകാരുടെ ഒരു കളിയാണ്. അവർക്ക് കുറെ വ്യൂസ് കിട്ടണം, അതിനുവേണ്ടി സാഹചര്യങ്ങൾ മുതലെടുക്കുന്ന ഒരുപാട് പേര് എനിക്ക് ഈ പറയുന്ന നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ എന്റെ മകളുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരു ചാനലുകാരുണ്ടായിരുന്നു. അവരൊക്കെ ഒരു സാഹചര്യം കിട്ടിയപ്പോ അത് വെച്ച് മുതലെടുക്കുകയാണ്. അതിന് എന്ത് സീക്രട്ടാന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ സീക്രട്ടാണല്ലോ. അപ്പം എന്തായി കഴിഞ്ഞാലും ഈ വരുന്ന ചൊവ്വാഴ്ച ഇവിടെ ഹോസ്പിറ്റലിൽ അത് പോകുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജിൽ പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഏത് ചാനലുകാർക്ക്, ഏത് ഡൗട്ടുള്ള ചാനലുകാർക്ക് ആയാലും ശരി എന്നോട് വരാം. എന്റെ ഡോക്ടറെ വേണമെങ്കിൽ എന്റെ കൂടെ കയറാം, സംശയങ്ങൾ ചോദിക്കാം. ചുമ്മാ കയറിയിരുന്ന് ചാനലിൽ കയറിയിരുന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ അറ്റാക്ക് കാരണം പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ് പുറത്തിറങ്ങാതെ എന്നൊന്നും പറയാതെ ആർക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ ഈ പറയുന്ന ചില ചാനലുകാർക്കെല്ലാം എൻ്റെ മകളുമായിട്ട് അടുത്ത സൗഹൃദമുള്ള ചാനലുകാരുണ്ട്. അവർക്ക് എൻ്റെ നമ്പരും കിട്ടാവുന്നതാണ്. എന്നോട് വിളിച്ചു ചോദിക്കുക, എൻ്റെ ജമാഅത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടിട്ടുണ്ടോ, അല്ലെ എൻ്റെ ജമാഅത്തിൽ എൻ്റെ അയൽവക്കക്കാര് ചിലർ പറയുന്നുണ്ട് എൻ്റെ അയൽവക്കത്തുള്ള. ഇപ്പം നിങ്ങൾ വന്നതിൽ എൻ്റെ അയൽവക്കത്തിൽ 2-3 വീട്ടുകാരുണ്ട്. അല്ലെ നിങ്ങൾ ഇറങ്ങി അങ്ങ് അന്വേഷിച്ച് ചോദിക്കും എൻ്റെ അയൽവക്കത്തോട്ട്, അല്ലെ എൻ്റെ ഈ നാട്ടുകാരെല്ലാം ഉണ്ട്. ചില നാട്ടുകാരായാലും ആർക്കായാലും ചില കാര്യങ്ങളിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവാം. പക്ഷെ എന്നാലും അവർ എന്നോട് ചോദിച്ചിട്ടില്ല. അതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്നോട് ചോദിച്ചാൽ തന്നെ ഞാൻ അതിന് കറക്റ്റ് കാര്യം പറയും. പറ്റാത്തയാണെങ്കിൽ ചെയ്ത് ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയും. എനിക്കിപ്പോൾ ഈ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മകളെ എന്താ ഞാൻ കെയർ ചെയ്താണോ സംസാരിച്ചത്? അല്ല, അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. കാര്യം ഞാൻ ന്യായീകരിക്കുന്നില്ലല്ലോ. പുള്ളി തന്നെ ഒരു അക്സെപ്റ്റ് ചെയ്തു. കാര്യം ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അവിടെ കാണിക്കുന്ന ഗെയിമിനകത്തോട്ട് എല്ലാം പൊരുത്തപ്പെടാൻ പറ്റത്തില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാനങ്ങനെ അക്സെപ്റ്റ്, അല്ലെങ്കിൽ ഇത് നമ്മൾ വെളുപ്പിക്കുകയാണെന്ന്. ഞാനെങ്ങനെ വെളുപ്പിക്കണം? എന്റെ മകള് തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ. അതിന് ഏത് ചാനലിലല്ല എവിടെ വേണമെങ്കിലും ഞാൻ പറയും. അവൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. തെറ്റ് ചെയ്തെന്നല്ല, തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അതിൽ ഞാൻ എൻ്റെ മകളാ അല്ലെ എൻ്റെ വൈഫാ അല്ലെ എൻ്റെ മകനാ എന്നൊന്നും ഞാൻ നോക്കില്ല. തെറ്റാണെങ്കിൽ തെറ്റാന്ന് തന്നെ പറയും ഞാൻ. അതിനെനിക്കൊന്നുമില്ല എന്ന് വിചാരിച്ച് ജാഫറിന് അറേബ്യൻ ബേക്കറിയുടെ അവിടെ ചെന്നിരുന്ന് ജാസ്മിൻ ജാഫറിന്റെ മകൻ വാപ്പായ്ക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല, ജ്യൂസ് കുടിക്കാൻ പറ്റില്ല, ഞങ്ങൾ പുനലൂർ പോയതാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നേരിട്ട് എന്നോട് വരും. ഞാനിനി മരിക്കുന്നത് വരെയും 2 കാലിൽ നടക്കാൻ പറ്റുന്നത് വരെ എന്റെ ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങും. അതുപോലെ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചിട്ടാണോ ഈ വീഡിയോ ഒക്കെ ഒരു കുഞ്ഞും എന്നോട് വിളിച്ചിട്ടില്ല. കാരണം വിളിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ കാര്യം അറിയല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കൊടുത്ത് കണ്ടന്റ് കിട്ടുമോ? ഞാൻ ചില യൂട്യൂബ് ചാനലുകാരെ പറയാണ്, ഞാൻ നല്ല ഡീസൻ്റാന്ന് വിചാരിച്ച് തെറ്റ് കണ്ടാൽ നിങ്ങൾ തെറ്റാന്ന് തന്നെ പറയും. അല്ലാതെ ജാസ്മിൻ ജാഫറിന്റെ വാപ്പായെ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ടു, ഞാൻ അറിഞ്ഞ കാര്യമാണ്. എനിക്ക് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിൽ എൻ്റെ അടുത്ത് നിന്നൊരു വോയിസ് മെസ്സേജ് കിട്ടി. പിന്നെ അതില് ജാസ്മിൻ ജാഫറിന്റെ വാപ്പ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് ജ്യൂസ് കൊണ്ട് തരുമോ? എനിക്ക് ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാൽ എൻ്റെ ടെൻഷനില്ലല്ലേ ഞാൻ പോയി ജ്യൂസ് കുടിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജനങ്ങളെയല്ല പറയുന്നത്,
എൻ്റെ മകളെ തെറ്റെന്ന് പറഞ്ഞ തെറ്റെന്ന് പറഞ്ഞു. ഞങ്ങളെ ഇങ്ങോട്ട് വലിച്ചു വാരി തേക്കാൻ വന്നാൽ ഞാൻ വിടില്ല. ഞാൻ അതിന് തക്ക മറുപടി കൊടുക്കും. പിന്നെ ഞാനത് ചെയ്യാത്ത കാര്യം എന്ന് പറയാൻ എൻ്റെ മകള് ഇങ്ങനൊരു ഷോയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വന്ന വാർത്തക്കൊക്കെ നല്ലോണം എനിക്ക് തിരിച്ച് മീഡിയയിൽ കയറി എന്ന് പറയാൻ വയ്യാന്നിട്ടൊന്നുമല്ല. എൻ്റെ മകളുടെ വ്യൂസും കുറെ പോകുന്നതാ. മില്യന് പുറത്ത് എൻ്റെ മകളുടെ വ്യൂസ് ഉള്ളതാ. അതിനകത്ത് കയറിയിരുന്ന് എനിക്ക് സംസാരിക്കാൻ വയ്യാന്നിട്ടൊന്നുമില്ല. പക്ഷെ ഞാനത് ചെയ്യാത്ത കാര്യം എൻ്റെ മാന്യത. ആർക്കെങ്കിലും ഇവർക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് എന്നെ വിളിച്ചിട്ട്, അല്ല നിങ്ങളുടെ മകൾ തെറ്റാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ അവരോട് സമ്മതിച്ചു കൊടുക്കുമല്ലോ. എന്തിനു കയറിയിരുന്ന ഈ വീസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാണുന്ന തോന്നിവാസങ്ങൾ പറയുന്നത്? ഈ ഒരു കാര്യം പള്ളിക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഈ ന്യൂസ് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് വന്നപ്പോഴത്തേക്ക് ആരെങ്കിലും ഭാഗത്ത് നിന്ന് ചോദിച്ചായിരുന്നോ നാട്ടിലോ അല്ലെ ഇങ്ങനെ വല്ലോ? എന്നോട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളി ഇതാ ഇവിടെയാണ് 2 പള്ളിയുണ്ട്. ജംഗ്ഷനിൽ 2 പള്ളി. അതിന് താഴത്തെ പള്ളിയല്ല, മേളത്തെ പള്ളിക്കാരനാണ്. നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. ഞാനായിട്ട് നിങ്ങളെ എന്തിനാ ഞാൻ പറയുമ്പോൾ കള്ളമെന്ന് പറയണ്ടല്ലോ. നിങ്ങൾക്ക് വേണേ പോയി അന്വേഷിക്കാം. ഒരു കമ്മിറ്റിയിലെ ഒരു അംഗം പോലും എന്നോട് വന്നിട്ട് നിങ്ങളുടെ മകള് ഇങ്ങനെ പിന്നെ ബിഗ് ബോസിൽ പോയി ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ച് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ട്. അത്തരത്ത് അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ഇനി അറേബ്യൻ ബേക്കറിയിൽ പോയിട്ട് കഴിവതും വെള്ളമൊന്നും മേടിച്ച് കുടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പേരും പറഞ്ഞ് എനിക്കൊരു ഉപകാരമുണ്ട്. എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ് ഈ അറേബ്യൻ ബേക്കേഴ്സ്. അവന് ഇതില് കുറച്ച് വ്യൂസ് കിട്ടിയിട്ടേ ആൾക്കാരൊക്കെ വന്ന് നല്ല ജ്യൂസാ, എല്ലാരും വന്ന് കുടിക്കണേ. ഈ അന്വേഷിക്കാൻ വരുന്നവരും വന്ന് അവിടെ നിന്ന് ജ്യൂസ് കുടിക്കണം. കാരണം അവൻ നല്ല ജ്യൂസാ അടിക്കുന്നത്. അതുകൊണ്ട് അത്രയെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് എങ്കിലും കിട്ടുമല്ലോ അവന്. അറേബ്യൻ ബേക്കേഴ്സ് ശരിക്കും അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ അന്നല്ല എന്നും പോകും. അന്നല്ല, എനിക്ക് വല്ലാതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്റെ മാമാടെ മൂ കൊണ്ടുപോയിട്ട് തിരിച്ചു ഇവിടെ വന്നു. അന്നും വൈകിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഇതെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കിടക്കുകയാണെന്ന്? ഞാനത് ചോദിച്ചോട്ടെ. ഞാൻ IC കിടക്കാതെ എന്റെ മകളെ ഞാൻ എങ്ങനെ വിളിക്കാൻ പറ്റുന്നത്? ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാതെ ഞാൻ എന്റെ മകളെ എങ്ങനെ വിളിക്കാൻ പറ്റുമോ? എനിക്ക് ദേഹാശ്വാസം വന്നു, എനിക്ക് വല്ലായ്മ വന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു. എനിക്കിനി അടുത്ത ആഴ്ച മെഡിക്കലിൽ പോകണം, ഒന്നുകൂടെ പോകണം. ചിലപ്പം എൻജോപ്ലാസ്റ്റി ഉണ്ടെങ്കിൽ അത് എൻജോഗ്രാഫി ചെയ്യണമെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ട് എൻ്റെ മകളോട് എനിക്കൊന്ന് സംസാരിക്കണമെന്നേ ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞോളൂ. എനിക്ക് 2 ബ്ലോക്ക് വന്ന് എടുത്തവനാണ്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ജാസ്മിൻ ഭയങ്കരമായിട്ട് കരയും. കാരണം എനിക്ക് 2 ബ്ലോക്ക് വന്ന് മാറിയതല്ലേ. അപ്പൊ ഇനി അടുത്തൊരു ബ്ലോക്കിന്റെ ഇത് അദ്ദേഹം വല്ലാതെ വന്നെന്ന് പറഞ്ഞപ്പോ ഇനി അവള് കളിച്ച ഗെയിമിനെ കുറിച്ച് ഞാൻ കണ്ടിട്ട് ടെൻഷനായി വന്നതാണോ എന്നുള്ളൊരു ടെൻഷൻ അവൾക്കുണ്ടാവാം. അങ്ങനെ ഉണ്ടാവാം. കാരണം അതിനുശേഷം ഗബ്രിയായിട്ട് ഇരിക്കുന്നില്ല, മാറിയിരിക്കുന്നു. ഗബ്രിയുടെ കൈ തൊടുന്നില്ല. അവൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. കാരണം ഞാൻ ഈ തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞ് ഞാൻ ഈ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് എൻ്റെ മകള് പിന്നെ സ്വതന്ത്രമായിട്ട് പോയും വരെയൊക്കെ ചെയ്യുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു തെറ്റ് കണ്ടാൽ ഞാൻ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും. മോളെ നീ ചെയ്ത് തെറ്റാണെന്ന് തന്നെ പറയും. ഇത് ഏറിയാൽ എന്തിനാ പറയുന്നത്? സ്പ്രേ അടിച്ച കാര്യം പറഞ്ഞിട്ട് ഇതിനകത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചല്ലോ, നീ ഇത് പറഞ്ഞിട്ട് നീ സ്പ്രേ അടിക്കത്തില്ല, ഇത് നിന്നെ വെച്ച് ഏറിൽ കയറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ തിരുത്തും. ഇതിനകത്ത് അവള് കാണിച്ച 100% തെറ്റ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയത്തുമില്ല. ഇപ്പൊ അതൊക്കെ പോട്ടെ, ഇനിയിപ്പം ബാക്കിയുള്ള 18 കണ്ടസ്റ്റന്റിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് അതില് യമുന റാണി ഇഷ്ടമാണ്. പിന്നെ അപ്സര ഇഷ്ടമാണ്. പിന്നെ എന്റെ മകളെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം മെയിനായിട്ട് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മുടിയനെ എനിക്ക് ഇഷ്ടമാണ്. മുടിയനെ ഇഷ്ടമാണെന്ന് പറയുന്നതിന്റെ കാര്യം, ഞാൻ ആകെ 2 സീരിയലേ കാണത്തുള്ളൂ. ഒന്ന് തട്ടിയും മുട്ടിയും, ഒന്ന് ഉപ്പും മുളകും. സീരിയലിൽ ഞാൻ കാണുന്നത് അത് കണ്ടാണ്. അതിൽ വെച്ച് ആ ഉപ്പും മുളകിലെ എല്ലാ കണ്ടസ്റ്റന്റിനെയും എനിക്കിഷ്ടമാണ്. അത് ആ ഒരു ഗെയിം വെച്ച് എനിക്ക് മുടിയനെ ഭയങ്കര കാര്യമാണ്. എന്ന് പറഞ്ഞ് എൻ്റെ മുടിയനും എൻ്റെ മകളുമായിട്ട് അതിനെ തടിയുണ്ടായെന്ന് പറഞ്ഞ് എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ അതിൽ കളിക്കുന്ന 18 പേരെ എനിക്കിഷ്ടമാണ്. ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും.
പക്ഷെ ഈ കാണുന്ന നമ്മൾ ഈ നാട്ടിൽ കിടന്നടി ഉണ്ടാക്കുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ, ഇവർ ഈ 18 പേരും വെളിയിൽ ഇറങ്ങുമ്പോ എല്ലാവരും നല്ല സൗഹൃദമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. എല്ലാവരും നല്ല സൗഹൃദമായിരിക്കും. അവരാ ഗെയിമിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഇതൊക്കെ ഒരു ഗെയിമല്ലേ. തീർച്ചയായിട്ടും തോക്കും ജയിക്കും, അത് ആ ഗെയിം കഴിഞ്ഞാൽ അവിടെ തീർന്നു, അത് അവിടെ തീരും. ഇത് സത്യത്തില് ഈ ജനങ്ങള് ഒരു തെറ്റ് കണ്ടാൽ തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കും. തെറിയും കെറിയൊന്നും എഴുതത്തില്ല, ഒരു കമന്റ് ബോക്സിലും കയറിയിരുന്നു തെറിയായിട്ടൊന്നും എഴുതത്തില്ല. ഈ തെറിയൊക്കെ എഴുതുന്ന ആളെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫേക്ക് അക്കൗണ്ടാണ്. അത് പകുതി അങ്ങനെയാണ്, അത് എല്ലാ സീസണുകളിലും ഇങ്ങനെയുള്ളതാണ്. അത് ഈ ഓരോരുത്തരുടെ പിന്നെ ഫാൻസുകാർ ചെയ്യുന്ന ചിലവരുടെ ഫാൻസുകാർ, ചിലവര് ഫാൻസ് ആവാതെ, അതായത് ഈ PR വർക്കുകൾ ചെയ്യാതെ പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഫേക്ക് ഐഡി ഉണ്ടാക്കി പോയി തുടങ്ങുന്ന അവർക്ക് ഇതൊക്കെ ഒരു സുഖമാണ്. അതെ, ഇത് എന്റെ മകളുടെ മാത്രം കാര്യമല്ല, തെറ്റും കുറ്റങ്ങളും എല്ലാവർക്കും സംഭവിക്കും. ഭയങ്കര പ്രയാസത്തിലാണ് ഇവിടെ പിന്നെ ഭയങ്കര നിങ്ങൾ കണ്ടിട്ടില്ലേ നടക്കുന്ന അവസ്ഥയായെന്നൊക്കെയാണ് തലയെ മുണ്ടിടും. കാരണം എന്റെ വൈഫ് കണ്ട തലയെ മുണ്ടിട്ടേക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ഈ ജംഗ്ഷനിലോട്ട് പോയി നോക്കാം, ചോദിക്കാം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങാത്ത, ഈ ആൾക്കാരുമായിട്ട് സഹകരിക്കാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്തേറി കയറാൻ ഇതൊക്കെ അങ്ങ് മീഡിയയിലൊക്കെ പടച്ചു വിടുവല്ലേ. കുടുംബം ഏറി കയറിയിരിക്കുക. പിന്നെ ഞങ്ങൾ ഏറി കയറി ബലൂൺ വീർപ്പിച്ച് വെച്ചേക്കല്ലേ ഏറി കയറാൻ. അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മളെ അങ്ങ് ഇതാക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഏറി കയറ്റുന്നവരൊക്കെ ചുമ്മാ അവര് തന്നെ അങ്ങ് കയറി പോകത്തുള്ളൂ, നമ്മള് പോകത്തില്ല കേട്ടോ. ഞാനിത് കുറെയൊക്കെ കണ്ടതാ. പിന്നെ ചോദിക്കും, പിന്നെ ഇങ്ങനെയുള്ള വാപ്പ ഇല്ലയോ, വാപ്പാടെ മകളില്ലയോ, അവൾക്ക് പിന്നെ അങ്ങനല്ലയോ ഇങ്ങനല്ലയോ. എല്ലാവരുടെയും വീട്ടിലെ ഓരോരോ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ഒരുപാട് സീക്രട്ടുകൾ കാണും. അതൊന്നും വെളിയിൽ പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ. ഭയങ്കര സീക്രട്ടായിട്ട് ഇരിക്കുന്ന ഒരു സീക്രട്ടുകൾ ഉണ്ടാവും. അതൊക്കെ വെളിച്ചു തറിഞ്ഞാലുണ്ടല്ലോ, അത് നമ്മളിവിടെ ആരുടെ പറയുന്നില്ല. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുമെങ്കിലും നമുക്ക് ആരെയും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പല കാര്യങ്ങളും പറയാൻ പലതും തുറന്നു പറഞ്ഞേ, മനസ്സിലായില്ലേ. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞ സംഭവം. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ചോദിക്കാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ കാണുമായിരിക്കാം. ഇപ്പൊ എനിക്കും ബേസിക്കലി തോന്നിയ ഒരു കാര്യമാണ്, ജാസ്മിൻ എന്തുകൊണ്ട് പെട്ടെന്ന് സ്വഭാവം മാറി, എന്തുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ പെരുമാറുന്നു. അപ്പൊ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കാണുമെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചിന്തിക്കാം. അപ്പം അതിന്റെയൊക്കെ ആൻസർ ആണ് ഇപ്പം ജാസ്മിന്റെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കേട്ടൊരു കാര്യം. എനിക്ക് അസുഖം ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവര് അല്ല, ഞാൻ ഇതിലൂടെ കാണിക്കുന്നതാണ്. ഈ ആരെങ്കിലും അന്വേഷിക്കാൻ വരുമ്പോ എന്താണ്ട് ഇതുകൂടെ കൊണ്ടുവരണം കേട്ടോ. അതാണ്ട് ഇതെല്ലാം ഞാൻ കഴിക്കുന്ന കുടികളാ. അല്ല ഇനി അല്ല നമ്മളെ കള്ളമാണ് പറയുന്നെങ്കിലേ പിട്ടിയാക്കുകയാണെന്ന് പറയുന്ന എടുത്ത് പറയാ. നിങ്ങളിപ്പോ കേട്ടത് ജാസ്മിന്റെ ഉമ്മയും വാപ്പയും പ്രതികരിച്ച കാര്യമാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി വാപ്പയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായി? ഞാൻ ജനങ്ങളുടെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് എന്ന് തന്നെ ജനങ്ങൾ എഴുതണം. അതിൽ അംഗീകരിക്കുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ. പിന്നെ ഇത് വെച്ച് മുതലെടുക്കുന്ന ചിലരുണ്ട്, അവര് പിന്നിൽ നിന്ന് കുത്തുന്നവരും ഉണ്ട്. അവര് കുത്തിക്കോട്ടെ, അവർക്കും ഇതിന്റെ അപ്പുറത്തെ സാഹചര്യങ്ങൾ വരുമെന്ന് അവരറിയുന്നില്ലല്ലോ. അന്ന് അവര് പഠിച്ചോളും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ജനങ്ങളുടെ എല്ലാ മൈൻഡുകളും ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, ശരിയാണെങ്കിൽ ശരിയെന്ന് തന്നെ പറയും. ഞാൻ ജനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ മൈൻഡ്. എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു.